കോഴിക്കോട് മുക്കത്തെ സങ്കേതം ഹോട്ടൽ ഉടമ ദേവദാസിൽ നിന്ന് മാനസികവും ശാരീരികവുമായ നിരന്തര പീഡനങ്ങൾ ഉണ്ടായതായി യുവതി. ലൈംഗികമായി പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ദേവദാസ് തന്റെ താമസ സ്ഥലത്തെത്തിയതെന്നും യുവതി പറഞ്ഞു. പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി പരിക്കുപറ്റിയ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സ്വദേശമായ കണ്ണൂരിലേക്ക് മടങ്ങി. സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ജോലി കഴിഞ്ഞ് കുളിച്ച് മുറിയിലെത്തി ബാൽക്കണിയിലിരുന്ന് മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്നതിനിടെയാണ് ദേവദാസും മറ്റു 2 പേരും മുറിയിലെത്തിയത്. മാസ്കിംഗ് ടേപ്പുമായി പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ദേവദാസ് എത്തിയത്. കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ക്യാമറ ഓൺ ആവുകയായിരുന്നു. ഈ ദൃശ്യങ്ങളാണ് മൊബൈലിൽ റെക്കോർഡായത്. ശരീരത്തിൽ കടന്നു പിടിച്ചതോടെ ഉച്ചത്തിൽ നിലവിളിച്ച് കെട്ടിടത്തിന് താഴേക്ക് ചാടുകയായിരുന്നുവെന്ന് യുവതി പറഞ്ഞു. റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിന്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്കായിരുന്നില്ല. അത് ഒരു അയൺ റോഡാ, തട്ടിയിടേണ്ട ലോക്ക. ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ച് കിടന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ചു നേരം ഗെയിം കളിക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്റെ റൂമിന്റെ ലോക്ക് ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോ ഒരു 3 നേരം ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളെ വന്ന ദേവദാസ് എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോ എന്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അത് അയാളത് കൈ തട്ടിയപ്പോ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസൊക്കെ കയ്യിൽ വന്നു. ഫേസ് ഒന്നാൾ എന്റെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. എന്റെ നേരം വന്ന് എന്നെ വലിച്ചടുപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക്. ദേവദാസിന്റെ ശല്യം സഹിക്കവയ്യാതെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിയതാണ്. എന്നാൽ പിന്നീട് മകളെ പോലെ കരുതുമെന്ന് കാലുപിടിച്ചു പറഞ്ഞാണ് തിരികെ എത്തിച്ചത്. അയാള് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എന്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഒരു വട്ടം അയാള് വീട്ടിൽ വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. കേസിൽ നിന്ന് ഒരു സാഹചര്യത്തിലും പിന്നോട്ടില്ല. താൻ അനുഭവിച്ച മാനസിക ശാരീരിക വേദനകൾ ദേവദാസ് അറിയണമെന്നും യുവതി പറഞ്ഞു. അതെ, ഞാൻ അനുഭവിക്കുന്ന വേദനയുള്ള അയാൾ അറിയണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 6 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് യുവതി സ്വദേശമായ കണ്ണൂരിലേക്ക് മടങ്ങിയത്. വാരിയലിനും നട്ടലിനും പരിക്കേറ്റ യുവതി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തണമെങ്കിൽ മാസങ്ങൾ വേണ്ടിവരും. യുവതിയുടെ പരാതിയിൽ അറസ്റ്റിലായ ദേവദാസും കൂട്ടുപ്രതികളായ 2 ജീവനക്കാരും റിമാൻഡിലാണ്. ഇവരുടെ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച താമരശ്ശേരി കോടതി പരിഗണിക്കും. ന്യൂസ് 18 കോഴിക്കോട്.